Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 19 to 22. സുപരിചിതമായ വാക്യമാണ്, വായിച്ചു കേൾക്കാം. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്നും. പൗലോസിന്റെ പ്രസംഗമാണ്, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി നിങ്ങൾ ചെയ്യണം എന്നും പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച കൊല്ലുവാൻ ശ്രമിച്ചു. ഇത് പ്രസംഗിച്ചപ്പം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ച് എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കയാൽ, എന്നാൽ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഇന്ന് വരെ നിൽക്കുകയും കൊല്ലുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ ഞാൻ ഇന്ന് വരെ നിന്നു. ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു ചെറിയവരോടും വലിയവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു വരികയാണ്. മതി. വളരെ ഗഹനമായ ഒരു തിരുവെഴുത്താണ്. 1-2 മണിക്കൂർ കൊണ്ടോ 4-5 മണിക്കൂർ കൊണ്ടോ പ്രസംഗിച്ച് തീരാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക ഗൗരവമുള്ള സന്ദേശമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് കുറിക്കുകയാണ്. അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് ചെന്നുപെട്ടപ്പം പൗലോസിനറിയാം അഗ്രിപ്പാ രാജാവിന് മേളിൽ ഇനി ഒരു വിധികർത്താവില്ല, തന്നെ വിധിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് പൗലോസ് പറയുക, അഗ്രിപ്പാവേ, നീ ഉന്നതമായ പിടിപാടുള്ളവനും വിധിക്കാൻ കഴിവുള്ളവനുമാ. പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഞാൻ നിൽക്കുന്നത് ഒരു ദർശനത്തിലാണ്, ഞാൻ നിൽക്കുന്നത് ഒരു ദൈവിക അനുസരണത്തിലാണ്. ഒരു ദൈവവൈദ്യന് വേണ്ട 2 കാര്യങ്ങളാ. 1 ദൈവിക ദർശനം, 2 ദൈവിക അനുസരണം. സാഹചര്യങ്ങൾ കർത്തൃദാസൻ മുമ്പേ ഓർപ്പിച്ച പോലെ പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും വെല്ലുവിളികളും ഒക്കെ മുമ്പിൽ വന്നേക്കാം. അതിൻ്റെ അകത്തൂടെ നടത്തുന്നതാണ് നാം പ്രാപിച്ച ദൈവിക ദർശനം. ആമേൻ. ഒരു രോഗത്തിൽ നീ ഒതുങ്ങിപ്പോകരുത്, ഒരു കടഭാരത്തിൽ നീ ഒതുങ്ങിപ്പോകരുത്, ഒരു ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നീ ഒതുങ്ങിപ്പോകരുത്. അതിനേക്കാൾ വലുതായിരിക്കണം നിന്റെ ദർശനം. ദർശനം മങ്ങിയവരുണ്ട്, ദർശനം മുരടിച്ചവരുണ്ട്, ദർശനത്തിൽ ഒതുങ്ങിപ്പോയവരുണ്ട്. എന്നാൽ ഇന്നത്തെ മെസ്സേജ്, ദർശനം വലിയതായി മാറിയാൽ നിന്നെ ദൈവം വളർത്തുക തന്നെ ചെയ്യും. ഒരാമീൻ പറഞ്ഞാട്ട്. ചിലരുടെ ദർശനം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചിലരുടെ ദർശനം അവിടെ നിന്നുപോയി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം വേറെ ചിലരുടെ ദർശനം അവിടെ കൊണ്ട് നിന്നുപോയി. സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവൻ വേലക്കിറങ്ങിയ കാലമായപ്പോൾ 100 വിശ്വാസിയെ കിട്ടിയപ്പോൾ അവൻ്റെ ദർശനം അവിടെ കൊണ്ട് ഒതുങ്ങിപ്പോയി. ഒരു പ്രവചന ശുശ്രൂഷ കിട്ടിയപ്പോൾ അവൻ്റെ ദർശനം പ്രവചനം കൊണ്ട് ഒതുങ്ങിപ്പോയി. ഒരു വെളിപ്പാട് ശുശ്രൂഷ കിട്ടിയപ്പോൾ അവൻ്റെ ദർശനം വെളിപ്പാട് കൊണ്ട് ഒതുങ്ങിപ്പോയി. ഒരു രോഗശാന്തി വരം കിട്ടിയപ്പോൾ അതുകൊണ്ട് ഒതുങ്ങിപ്പോയി. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് മുരടിപ്പ് മാറി ഒരു വളർച്ചയിലേക്ക് കയറാൻ
ഒരു ദൈവപൈതലിന്റെ ആവശ്യം അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മീക ദർശനമാണ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ദൈവിക ദർശനത്തിൽ നിൽക്കണമെന്ന് പറ. ദർശനത്തിന് വ്യതിചലിപ്പിക്കാൻ പല തന്ത്രങ്ങളും ശത്രു മുമ്പിൽ കൊണ്ടുവരും. അവിടെ ഒന്നും കുടുങ്ങിപ്പോകരുത്, മറിച്ച് നീ നിൽക്കുന്നത് ഒരു ദൈവിക ദർശനത്തിലാണ്. അതിനെക്കുറിച്ച് ഒത്തിരി വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ദൈവിക അനുസരണം എന്ന വിഷയത്തെ ഒന്ന് തൊടാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ചിലരോട് പറയാം, നാം എത്ര വെല്ലുവിളികൾ നിനക്കുണ്ടെങ്കിലും ആ വെല്ലുവിളിയുടെ നടുവിൽ ദർശനമുള്ളവൻ അതിനകത്തൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ബോംബെ എന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, അനിബ്രദറെ, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരാൻ പോവാ, നിൽക്കാൻ വയ്യാത്ത പ്രശ്നമാണ്. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, കോട്ടയത്ത് ഞാൻ നിൽക്കുന്ന സഭയിലും എനിക്കും നിൽക്കാൻ വയ്യാത്ത പ്രശ്നമാണ് മോളെ. മിണ്ടുന്നില്ല. പ്രശ്നമില്ലാത്ത വീട് ഏതാ ഉള്ളേ? ഒന്നും ഒത്തില്ലേ. കല്യാണം കഴിച്ചു പോയി വീട്ടിലെ അമ്മായിയമ്മയായാലും നിനക്കെതിരാവും. ആരേലും ഒക്കെ എവിടെയും ഒക്കെ എതിരാ. പക്ഷെ എതിരുള്ളവർ എതിർത്തോണ്ടിരിക്കും, വളരുന്നവൻ അതിന് നടുവിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ദൈവത്തിന്റെ ദൂത് പറയാം, എതിര് മാറുമെന്ന് ചിന്തിക്കരുത്. എതിര് നിന്നെ തളർത്താനല്ല, എതിര് നിന്നെ വളർത്താനാ. അതിന്റെ നടുവിലും നിനക്ക് ദർശനമുണ്ടോ? ദൈവം നിന്നെ ശക്തിയോടെ നടത്താൻ പോകുകയാ. അബ്രഹാമിനോട് നിങ്ങൾ ചോദിച്ചേ, അബ്രഹാം പറയും ഹല്ലേലൂയ. കൂടെ കൂടെ അബ്രഹാമിനോട് ദൈവം ആകാശത്തിൽ നോക്കടാ, നക്ഷത്രത്തെ എണ്ണാമെങ്കിൽ എണ്ണ, കടൽക്കരയിലെ മണൽത്തരികളെ എണ്ണാമെങ്കിൽ എണ്ണ, ഇതുപോലെ നിനക്ക് സന്തതി തരാം എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? അബ്രഹാം ഇടക്കിടയ്ക്ക് ക്ഷീണിക്കും, മനുഷ്യരല്ലേ, അറിയാതെ ക്ഷീണിച്ചു പോകും. അന്നേരം കർത്താവ് വന്നേച്ച് പറയും, തൊട്ടേച്ച് പറയും, ഞാൻ സർവശക്തനാടാ. അതിനർത്ഥം എന്താ? നിന്റെ വാഗ്ദത്തം ഇപ്പൊ ആകാശത്തിൽ ഉദിച്ചിട്ടുണ്ട്, മണ്ണിൽ ഉദിച്ചിട്ടുണ്ട്. വിശ്വസിച്ചോ, താമസിക്കാതെ നിന്റെ കൂട്ടാളിയുടെ ഉദരത്തിൽ ഉദിക്കും. കൺമുമ്പിൽ ഉദിച്ച പലതും ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിൽ ഉദിക്കട്ടെ, നിന്റെ തലമുറ മേൽ ഉദിക്കട്ടെ. അകത്തു ദർശനം പ്രാപിച്ചവന് പ്രശ്നമൊരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാമോ പ്രിയരെ, ഹല്ലേലൂയ, അകത്തേശു ഉള്ളവന് പിശാച് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസിന്റെ ആദ്യകാലത്ത് സുവിശേഷ യോഗം നടത്താൻ പോയ മിഷണറിയെ കറുത്ത കരിമ്പാമ്പ് കാലെ ചുറ്റി കൊത്തിയിട്ടുണ്ട്. പാമ്പിനെ കൊണ്ട് അടുത്ത വിഷവൈദ്യന്റെ അടുക്കലല്ല പോയെ, വായിന്ന് തുപ്പലെടുത്ത് വിഷപ്പലിറങ്ങിടത്തോട് ഒടിച്ചു പറഞ്ഞു, വാടാ യോഗത്തിന് പോകാം. പാമ്പിന്റെ വിഷം ശരീരത്ത് കയറിയില്ല. അതായിരുന്നു അവന് പ്രാപിച്ച ദർശനം. ഇന്ന് പകൽ മരണകരമായ യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. നീ പ്രാപിച്ച ദർശനം അത്ര വലുതാണ്. ചില ആൾക്കാർ ചോദിക്കും, നിന്നെ ഒതുക്കാൻ ചിലർ നോക്കുന്നുണ്ട്. ഒതുങ്ങരുത്, ദർശനം വന്ന് വളർത്തുകയാ നിന്നെ. ഹല്ലേലൂയ. പരിമിതപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ഇച്ചിവിടെ ഗഹനമായിട്ട് ദൂതിനെ കൊണ്ടുപോകാൻ പോവാ. നമ്മുടെ എല്ലാം ദർശനം വളർന്നേ പറ്റൂ. ഒന്ന് കൈകൊടുത്ത ചോറ, ദർശനം വളരണമെന്ന് പറ. ശുശ്രൂഷകന്മാരെ മണ്ടത്തരം പറ്റരുത്. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദൈവദാസൻ സഭാ പാസ്റ്ററായി. അങ്ങനെ എന്നോടൊരു കാര്യം ഒന്ന് വിവരിച്ചു. അങ്ങനെ എന്നോട് വിവരിച്ച കാര്യം ഇതാ. ആ സഭയിൽ ഒരു സാധു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽ 3 ആൺപിള്ളേരുണ്ടായിരുന്നു. സ്തോത്രം. മൂക്കളെ ഒലിപ്പിച്ചോണ്ട് നാം ഈ പഴയ നിക്കറുമൊക്കെ ഇട്ടോണ്ട് വന്ന് മുമ്പിലിടുന്ന് കാക്കിരി മുക്കിരി ഉണ്ടാക്കും. പാസ്റ്റർ പറയും, ഇറങ്ങിപ്പോടാ വെളിയിൽ. കാര്യം ഒന്നാമത് കാശില്ലാത്തതിനെ ഉദ്ദേശിമാരും മൈൻഡ് ചെയ്യത്തില്ലല്ലോ. ഉണ്ടെന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മാറ്റിയിരുത്തി പുറകിലെടുത്തി. അവർ യഥാർത്ഥ വിശ്വാസിയായോണ്ട് മാറ്റിയിരുത്തിട്ടും അവർ സഭയിൽ നിന്ന് പോയില്ല. കാലം കുറച്ച് കഴിഞ്ഞ മക്കളെ 3 പിള്ളേരും 3 രാജ്യത്ത് പോയി. ആ സമാഹോൾ ഇടിഞ്ഞു വീണുമ്പോ പണിയാരാരുടെ മൂത്തവൻ പണിതു 48 ലക്ഷം രൂപയ്ക്ക്. രണ്ടാമത്തവൻ മുഴുവൻ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൊടുത്തു. മൂന്നാമത്തവൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പാസ്റ്റർക്ക് ഒരു കാർ ഇരിക്കട്ടെ. ഇപ്പൊ അദ്ദേഹം പറയുക, ഞാൻ തള്ളിക്കളഞ്ഞ 3 പിള്ളേരാ സഭയെ പിടിച്ചു നിർത്തിയേക്കുന്നേ. ആരെയും തള്ളല്ല കുഞ്ഞെ, ദർശനമുള്ളവന്റെ സന്തതി വളരും. ഇന്നത്തെ സാഹചര്യം മാറും കുഞ്ഞെ, ഇന്നത്തെ അവസ്ഥ മാറും കുഞ്ഞെ. നിനക്ക് വേണ്ടത് ദർശനമാണ്. ദർശനമുള്ളൊരു തലമുറ എഴുന്നേൽക്കട്ടെ. ജീസസ് വോയിസിൽ ആരാധിക്കുന്ന മക്കളെ, സമ്പത്ത് നിന്ന് സഹായിക്കാൻ സഭയ്ക്കില്ല, പക്ഷെ ആർക്കും പൊളിക്കാൻ പറ്റാത്ത ഒരു ദർശനത്തെ സ്വീകരിക്കാൻ. ഹബക്കൂക്ക് പ്രവചിക്കുന്നൊരു പ്രവചനമുണ്ട്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും. അതിനായി കാത്തിരിക്കാം. സമയം തെറ്റാതെ നിവർത്തിക്കും. ആരോടൊക്കെ ദൈവാത്മാ പറയാ, നിന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടോന്നല്ലേ ചോദിച്ചേ, നിനക്ക് ദർശനമുണ്ടോന്നാ. നിനക്ക് സുവിശേഷവേലയുടെ ദർശനമുണ്ടോ? നിനക്ക് വളർച്ചയുടെ ദർശനമുണ്ടോ? നിനക്ക് ഉയർച്ചയുടെ ദർശനമുണ്ടോ?
കോൺക്രീറ്റ് ഇട്ട ബിൽഡിങ്ങുകൾ നമ്മൾ ചർച്ചകളായി വെക്കാത്തതിന്റെ രഹസ്യം ദർശനമുള്ളതുകൊണ്ടാണ്. കാരണം പൊളിച്ചു പണിയണമെന്ന ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചാൽ വാങ്ങിയ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ലീസിനൊരു സ്ഥലത്തിന്റെ മധ്യത്തിൽ അടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്ക് വന്ന ദർശനം. ഒരാമീൻ പറഞ്ഞാട്ട് ഞാൻ പറയാം, ഒതുങ്ങിപ്പോകരുതേ. വളരുന്നൊരു തലമുറ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ദൂതിലേക്ക് വരിക. ദർശനം എന്ന വിഷയം ഇന്ന് തൊടത്തില്ല, അടുത്ത എന്തെങ്കിലും തൊടാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മറ്റൊരു ഭാഗമാണ് ധ്യാനിക്കുന്നത്. പൗലോസ് അഗ്രിപ്പാവിനോട് പറയുക, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ? ഞാനൊരു ദൈവിക അനുസരണത്തിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ മുമ്പിൽ ചിലത് അനുസരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവിക അനുസരണത്തിലാകണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഒന്ന് കൈ കൊടുത്തു പറ, ഒരു ദൈവിക അനുസരണത്തിലാകണം. അടുത്തിരിക്കുന്ന ആളെ ചിരിച്ചോണ്ട് പറ, ഒരു ദൈവിക അനുസരണത്തിലാകണം. നീ ദൈവത്തെ അനുസരിച്ചാൽ നിന്നെ പലരും അനുസരിക്കും. നീ ദൈവത്തെ അനുസരിച്ചാൽ മന്ത്രവാദ ശക്തി നിന്നെ അനുസരിക്കും. നീ ദൈവത്തെ അനുസരിച്ചാൽ ഭൂതം നിന്നെ അനുസരിക്കും. നീ ദൈവത്തെ അനുസരിച്ചാൽ ദൈവത്തിന് സ്തോത്രം വലിയ കാര്യങ്ങൾ നടക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ശ്രദ്ധിച്ചു കേട്ടെ കുഞ്ഞെ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഭൂമിയിൽ നിന്നോണ്ടൊരു കൊച്ചു മനുഷ്യൻ ആകാശത്തിനൊട്ട് വിരൽ ചൂണ്ടി 9,30,00,000 മൈൽ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യനോട് പറഞ്ഞു, നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആകാശഗംഗ അന്ന് രാത്രി നിശ്ചലമായി, സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ഭൂമിയുണ്ടായ കാലം മുതലുള്ള കാലക്കണക്കെടുത്താൽ ഒരു ദിവസം അതിനകത്ത് മിസ്സായിട്ടുണ്ട്. എവിടാന്ന് വേറെ നോക്കിയാൽ കിട്ടത്തില്ല, പുസ്തകത്തിൽ കിട്ടും. എടാ, 6 അടി പൊക്കമുള്ളവൻ 9,30,00,000 മൈൽ അപ്പുറത്തുള്ള സൂര്യനെ അനുസരിപ്പിക്കണമെങ്കിൽ അവനൊരു ദൈവിക അനുസരണത്തിലായിരുന്നു. ആരോടൊക്കെയോ ദൈവാത്മാ പറയാ, ദൈവത്തെ അനുസരിക്കാൻ പഠിക്ക. നിന്റെ സന്തതി അനുസരണത്തിലാകും, നിന്റെ വീട് അനുസരണത്തിലാകും, നിന്റെ കുടുംബം അനുസരണത്തിലാകും. ഓ ഹല്ലേലൂയ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ ചിലരെ ദൈവം അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാ. വല്ലാതെ നിന്റെ കുടുംബത്തെ വലിച്ചുലയ്ക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ എന്റെ ദൈവം ഇന്ന് നിനക്ക് ജയം തരാൻ പോകുകയാ. ആരാഗ്രഹിക്കുന്നുണ്ട് ഒരു ദൈവിക അനുസരണത്തിലേക്ക് ഞാൻ വരണം? ഡിസോർഡറായി കിടക്കുന്ന ചിലത് ദൈവം ഈ ദിവസങ്ങളിൽ ഓർഡറാക്കി തരട്ടെ. ഒരു ദൈവിക അനുസരണം നിന്റെ മേൽ വരണമേ. പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, പക്ഷെ ഞങ്ങൾ ജഡത്തിൽ പോരാടത്തില്ല. കാരണം ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതാ. അടുത്ത ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഞാൻ ഇടിച്ചു കളയും. ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞാൻ പിടിച്ചടക്കും. ഒരാമയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നീ ഒരു ദൈവിക അനുസരണത്തിലായാൽ, ഞങ്ങൾക്ക് ആ വാക്യം ഒന്ന് പറഞ്ഞു തരാം. 2 കൊരിന്ത്യൻസിലാണ്. ഹല്ലേലൂയ, ആമീൻ, സ്തോത്രം. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ശ്രദ്ധിച്ചു കേട്ടോണോ നിങ്ങൾ? പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ജഡത്തിലാ സഞ്ചരിക്കുന്നത്, പക്ഷെ എന്റെ പോരാട്ടം ജഡത്തിലല്ല. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒന്നുകൂടെ പറയാം, നീ പാർക്കുന്നിടത്ത് ഒരുപക്ഷെ എതിരാളി നിന്റെ രക്തബന്ധമായിരിക്കും, അല്ലെ നിന്റെ സ്നേഹിതനായിരിക്കും, അല്ലെ നിന്റെ നാട്ടുകാരനായിരിക്കും, അല്ലെ വന്ന് പാർക്കുന്നവനായിരിക്കും. എതിര് പേടിച്ചോടരുത്. ഒരു പാപ്പച്ചനോ ഒരു ജോസോ ഒരു മാത്യുവോ നിനക്കെതിരായാൽ അവനല്ല, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. പൗലോസ് പറയാം, ഞങ്ങളുടെ പോരാട്ടം ജഡത്തിലല്ല, ഞങ്ങളുടെ സ്വൈരത കെടുത്തുന്ന വെല്ലുവിളിയോടാ ഞങ്ങളുടെ പോരാട്ടം. പൗലോസ് പറയാം, ഞങ്ങളുടെ പോരാട്ടം ഈ ജഡരക്തങ്ങളോടല്ല, മറിച്ച് എന്തിനോടൊക്കെയാ? വാഴ്ചകളോടും അധികാരങ്ങളോടും. പൗലോസ് പറയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കോട്ട ഇടിയും. ഒരാമീൻ പറഞ്ഞാട്ട്, പ്രാർത്ഥിക്കുന്ന നിനക്ക് ചുറ്റും ചിലര് കോട്ട കെട്ടുന്നുണ്ട്. കെട്ടിക്കാൻ മോനെ, നീ കെട്ടും, ഞങ്ങൾ അതിനെ ഇടിക്കും. പൗലോസ് പറയാം, ഞാനൊരു അനുസരണത്തില. പൗലോസ് ആരായിരുന്നു? സഭയെ ഉപദ്രവിച്ചവൻ. 2 പദം 9:1 വായിക്കണം. ഞാനങ്ങ് പറഞ്ഞു പോവാം, വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. 1, സഭയെ ഭീഷണിപ്പെടുത്തും. 2, കൊലപാതകത്തിന്റെ കൊലവിളി നടത്തും. ഒരു സഭയ്ക്കകത്തോട് വന്ന് അവൻ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പാ വന്നങ്ങോട്ട് കയറി പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ മുടിക്കുത്തി പിടിച്ച് വലിക്കും,
പുരുഷന്മാരെ വാരി വെളിയിലിടും, ആലയം പൂട്ടും. മേലാൽ ഇവിടെ കണ്ടക്കരുതെന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക. അങ്ങനെ ഒരു ഏറിയ മുഴുവൻ അവർ പിടിച്ചടക്കി. ഇനി ദമസ്കോസിൽ പ്രാർത്ഥനയുണ്ടെന്നറിഞ്ഞപ്പം അധികാരികളോട് ഏറിയ വിട്ട പ്രവർത്തനത്തിന് അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ ശൗല് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെളിച്ചം നട്ടുച്ചക്കത്തെ സൂര്യന്റെ വെളിച്ചമാണ്. പക്ഷെ അവൻ അന്ന് വേറൊരു രഹസ്യം പറഞ്ഞു, ആ വെളിച്ചത്തിന് മീതിയും മറ്റൊരു വെളിച്ചമുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ഞാനൊരു ആത്മീക മർമ്മം പറയാം. ചെലവിന്റെ വഴിത്തിരിവിന് ദൈവത്തിന് ഒത്തിരി പണിയൊന്നുമില്ല, ഒരു കുഞ്ഞു വെളിച്ചം വിട്ടാൽ മതി. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? പ്രാർത്ഥിച്ച് മടുത്ത വിഷയത്തിൽ ഒരിടപെടൽ ദൈവം നടത്താൻ പോകുകയാ. ചിലതിനെയൊക്കെ ദൈവം തടയാൻ പോവുക. ചിലതിന്റെ ആരവാരവത്തെ ദൈവം തടയാൻ പോവുക. ചില കൊലവിളിയെ ദൈവം നിർത്താൻ പോകുകയാ. ദൈവത്തിന് സകലത്തിനും പ്ലാനുണ്ട്. കുതിരപ്പുറത്ത് വന്നവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. ശ്രദ്ധിക്കണം. കൂടെ വന്നവരുടെ ശബ്ദം മാത്രം കേട്ടു. താഴെ വീണപ്പം അവൻ ചോദിക്കുക, നീ ആരാധി ചോദിച്ചപ്പോ ഉത്തരം, നീ ഉപദ്രവിക്കുന്ന യേശുവ. എന്നാടാ ഇവൻ യേശുവിനെ ഉപദ്രവിച്ചില്ല. സഭയെ ഉപദ്രവിച്ചാൽ യേശുവിനെ ഉപദ്രവിച്ചതിന് തുല്യ. അതുകൊണ്ട് ഞാൻ പറയാ, സഭയെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപദ്രവിക്കരുത്, അപകടമാണ്. അറിവില്ലെങ്കിൽ പറഞ്ഞു തരികയാ, ഒരു സഭയെ ഉപദ്രവിക്കരുത്, അപകടമാണ്. സഭയ്ക്കൊരു നായകനുണ്ട്, ഒരു ഇടയനുണ്ട്, അപകടമാണ്. പോട്ടെ, ആ ഭാഗമൊക്കെ മുമ്പോട്ട് പോകുക. അവൻ താഴെ വീണു, രണ്ട് കണ്ണും നഷ്ടപ്പെട്ടു, അന്ധനായി, തപ്പി നടക്കാൻ തുടങ്ങി. ഉടനെ യേശു പറയുന്നൊരു ഭാഗമുണ്ട്, നീ ദമസ്കോസിലേക്ക് പോ, നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ നിന്നോട് പറയും. എടാ, ഇന്നലെ വരെ നീ ഇഷ്ടമുള്ള ചെയ്തു, ഇന്ന് തൊട്ട് ഞാൻ പറയുന്ന നീ ചെയ്യും. ഇതിന്റെ പിമ്പിൽ ഒരൊറ്റ മിന്നലേ ഉണ്ടായുള്ളൂ. കുഞ്ഞെ, ചിലതിനൊക്കെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ദൈവം പറയുന്നത് ചെയ്യാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദൈവം പറയുന്നത് ചെയ്യാൻ. അനന്യാസിന്റെ അടുക്കൽ ദൈവം വന്നപ്പം ദൈവമേ, ദൂതൻ പറയുക, അനന്യാസേ, ശൗൽ എന്ന് പറയുന്ന ഒരു പുരുഷൻ പ്രാർത്ഥിക്കുന്നു. ശൗലോ? കൊലവിളി നടത്തിയവനോ? ഇത് എപ്പം നടന്നു? യേശു പറഞ്ഞു, നീ അറിയാത്ത പലതും നടക്കുന്നുണ്ട്. നിന്റെ അറിവിൽപ്പെടാത്ത ചില കാര്യം മേളിൽ നിറങ്ങുന്നുണ്ട്. നീ അറിയാത്ത പലതും ഞാൻ ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും ഞാൻ ചെയ്യുന്നുണ്ട്. നീ റെഡി ആയിക്കോ, ഞാൻ ചിലത് ചെയ്യാൻ പോവാ. കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടു പോയി. 3 ദിവസം ഉപവാസത്തോടെ അന്ധനായിരുന്നു. ഏതും മിടുക്കനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ, പ്രാർത്ഥിപ്പിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ യേശുവിന് നന്നായിട്ട് അറിയാം. ഉണ്ടെന്നില്ല. ഒരു കുഞ്ഞു വയറുവേദന മതി, നീ യേശുവേന്ന് വിളിക്കും, അതോ 1.5 വയറുവേദനയായിരിക്കും. ഉണ്ടെന്നില്ല. ഹല്ലേലൂയ. ഈയിടെ ഒരു അച്ഛൻ നിന്ന് സ്തോത്രം പറയുന്നു. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്ര വലിയ സ്തോത്രം? എങ്ങനെ പറയാതിരിക്കും? അതെന്നാ കാര്യം? സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോയ ഭാര്യയെ ഇടിയും അടിയുമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ടെസ്റ്റ് തെളിഞ്ഞു, വായിക്കകത്ത് പല്ലിനിടെ ക്യാൻസർ. മിണ്ടുന്നില്ല. ഒരാണേലെ മൊത്തം പല്ലും എടുത്തപ്പം പറഞ്ഞു, മൊത്തം ഇപ്പൊ എടുക്കണം, മുഴുവൻ എടുക്കാം, നിന്ന് സ്തോത്രം പറയുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കുക. കുഞ്ഞെ, ഒരു സത്യം പറയാ. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞാനൊരു ദർശനത്തിലാ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് അനുസരണത്തിലാ. ഏത് കോട്ട നിങ്ങൾക്കറിയാമോ? ആലയം പണിക്ക് വന്ന അല്പകാലം ആലയത്തിന്റെ പണി തടസ്സപ്പെട്ട് കോട്ടയുണ്ടോന്നാ പറയുന്നത്. ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ ലൈഫിൽ ഇതുവരെ ഇടിയാത്ത ചില കോട്ടകളെ ദൈവം ഇടിക്കാൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ പറയാം നിങ്ങളോട്, ചില കേസൊക്കെ ദൈവത്തിന് സ്പെഷ്യൽ കേസാ. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്നെ കൊണ്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്കും, നടന്നില്ല, ഞാൻ വേറെ വഴി ഒരുക്കാം. ആരെങ്കിലും പരാജയപ്പെട്ടവരിവിടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ചെയ്തോളാം. ഇവിടെ നിന്നോട് ആത്മീകമായ ഒരു ദൂത് പറയാം, ഇന്ന് ചില കോട്ടകൾ ഇടിയണം. നീ ഒരു ദൈവിക അനുസരണത്തിൽ നിലനിന്നാൽ ഇടിയാത്ത പലതിനും ദൈവം ഇന്ന് ഇടിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ആലയം പണിക്ക് ഇറങ്ങി തിരിച്ച് ആലയം പണി കുറെ നാൾ മുടങ്ങി. സ്തോത്രം. പ്രവാചകനൊക്കെ അങ്ങോട്ട് എഴുന്നേപ്പിച്ചു ദൈവാത്മാവ് പറയുക, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, അവിടെ എന്നാടാ പർവ്വതം ഉണ്ടോ?
അക്ഷരിക പർവ്വതം അവിടെ ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് കണ്ടു മുന്നോട്ട് പണി നീക്കാത്തൊരു പർവ്വതം ഉണ്ട്. ആ പർവ്വതത്തെ ഞാൻ ഒന്ന് ഇടിച്ചു നിരത്താൻ പോവാ. അത് സൈന്യം കൊണ്ടല്ല, അത് ശക്തി കൊണ്ടല്ല, അതെന്റെ ആത്മാവിനെ കൊണ്ട്. കണ്ടോ, ചിലരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുക. ഇന്ന് പകൽ ഇതുവരെ നടക്കാത്ത ചെലവ്, ഇതുവരെ സംഭവിക്കാത്ത ചെലവ്, ഇതുവരെ ഒരു ദൈവിക അനുസരണത്തിലൊന്ന് അയക്ക കുഞ്ഞെ. നീ പറയുന്ന പലതും ഇടിയാൻ തുടങ്ങും. യേശുവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, വളരെ നാളുകളായി നിന്നെ സ്റ്റക്കാക്കി നിർത്തിയേക്കുന്ന ദൈവവിഷയമായ വാഗ്ദത്തത്തിലോട്ട് വിടാതെ വണ്ണം നിന്നെ തടയുന്ന ചില കോട്ടകൾ ഇന്ന് ഇടിഞ്ഞേ പറ്റൂ. എത്ര നാൾ കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ട്? ഒരു വർഷം കൊണ്ട് വിട്ടുമാറാത്ത വേദന അനുഭവിക്കുക താൻ. ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. ഈ മകൻ സൗഖ്യം ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാകട്ടെ. ബ്രദറെ, എന്നെ നോക്കിയ ബ്രദറെ, ഒന്ന് ചിരിക്കുക ബ്രദറെ. ഇനി അമർത്തി നോക്കിയ ബ്രദറെ, അവിടെ വേദന ഉണ്ടോന്ന്? ഒട്ടുമില്ല. അങ്ങനെ പറ്റത്തില്ലായിരുന്നു. നേരത്തെ ഇങ്ങനെ അമർത്താൻ പറ്റത്തില്ലായിരുന്നു. വേദന ഉണ്ടായിരുന്നു. ആ, ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഒട്ടും വേദനയില്ല. ജീസസ് ആമേൻ. യേശു സൗഖ്യമാക്കുക. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? നിങ്ങൾ കർത്താവെ കടം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തു വിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. God bless you. Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132, 99 611 59659.